ഹലോ. അപ്പോൾ ഞാനും കൂടെ ഒരു എ സി മേടിക്കാൻ പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ എല്ലാ കൊല്ലവും വിചാരിക്കും എ സി വെക്കുന്നത് നടക്കാറില്ല. അപ്പോൾ ഈ കൊല്ലം എന്തായാലും എ സി വെച്ചില്ലെങ്കിൽ വീട്ടിൽ കിടക്കാനും പറ്റത്തില്ല, അത്ര ചൂടാണ്. എ സി വെക്കാതെ പറ്റത്തില്ല. പിന്നെ ഈ പ്രാവശ്യം കൂടുതലും വെക്കാമെന്ന് വിചാരിച്ചത് ഇവിടെ സോളാർ ഫിറ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും നമുക്ക് എ സി വെക്കാമെന്ന് വിചാരിച്ചു, കാരണം അധികം കറണ്ട് ബില്ല് വരില്ലല്ലോ. അപ്പോൾ ഞാനും അതിനും കൂടെ ഒരു എ സി മേടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ റെഡി പൈസയ്ക്കൊന്നും അല്ല കേട്ടോ എ സി മേടിക്കണേ, ലോണുമ്പോഴാണ് എ സി മേടിക്കുന്നത്, ബജാജിൻ്റെ കാർഡിൽ. അപ്പോൾ എവിടെ നിന്നാണ് മേടിക്കണേന്നും ഏത് എ സി മേടിക്കാനും അവിടെ പോയിട്ട് കാണാം. അപ്പോൾ പോയാലോ, കണ്ടാലോ? അപ്പം ഞാനും അനന്തേ ഇറങ്ങി. കുറേ ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് എനിക്കിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് പ്രോബ്ലം ആയിട്ട് നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. അപ്പം ഞങ്ങളിതേ മൈജിയിലേക്കാണ് കേട്ടോ വന്നേക്കണത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ മൈജിയിൽ പർച്ചേസ് ചെയ്യാൻ വന്നത്. ഞാൻ എപ്പോഴും പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറ്. അപ്പോൾ ദേ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അനന്തു എന്ന് പറഞ്ഞൊരു സ്റ്റാഫിനെ വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലണ കാര്യം, എൻ്റെ ഒരു ഫ്രണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് അനന്തുവിനെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അവർ എനിക്ക് അനന്തുവിനെ കാണിച്ചു തന്നു. അപ്പം അനന്തു അവിടെ വേറെ ഒരു കസ്റ്റമറെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരും എ സി നോക്കാൻ തന്നെ വന്നതാണ്. അപ്പം ഞാൻ അനന്തുവിനെ കണ്ടു, പരിചയപ്പെട്ടു. അപ്പോൾ ആ കസ്റ്റമറെ ഡീൽ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് എനിക്ക് വേറൊരു സ്റ്റാഫിനെ അറേഞ്ച് ചെയ്ത് തന്നു. അപ്പം ഞാൻ 2 കമ്പനിയാണ് ഫിക്സ് ചെയ്തത്. ഇതിലേതെങ്കിലും ഒന്ന് കൺഫേം ആക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് ബ്ലൂ സ്റ്റാറും ഒന്ന് LG ആണ്. അപ്പോൾ നമുക്ക് 3 സ്റ്റാറിൻ്റെ എ സി മതിയാവും. നമ്മൾ ആ റൂമിലേക്ക് മാത്രമാണല്ലോ വെക്കുന്നത്, 5 സ്റ്റാറിൻ്റെ നമുക്ക് ആവശ്യമില്ല. പിന്നെ നമ്മൾ ഫുൾ ടൈം എ സി ഇട്ടൊന്നും വെക്കില്ലല്ലോ, കുറച്ച് നേരമൊക്കെ അല്ലേ എ സി ഇടുള്ളൂ. അപ്പോൾ അനന്ത് എനിക്കിത് ഈ ഒരു സ്റ്റാഫിനെ പരിചയപ്പെടുത്തി തന്നു. അപ്പം ഞങ്ങളിത് എ സി അവിടെ നോക്കുകയാണ് മോഡൽ. ലാസ്റ്റ് ഞാൻ LG തന്നെ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. 32,000 രൂപയാണ് ടോട്ടൽ എമൗണ്ട് വന്നത്. അപ്പം നമുക്ക് EMI ആയതുകൊണ്ട് ഈ സ്റ്റാഫ് തന്നെയാണ് നമുക്ക് EMIയുടെ കാര്യങ്ങളും ചെയ്ത് തന്നത്. അങ്ങനെ ഞങ്ങൾ EMI ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിന് നമ്മളെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ എനിക്ക് ഡൗൺ പേയ്മെൻ്റ് ഒന്നും അടയ്ക്കേണ്ടി വന്നില്ല, കാരണം എനിക്ക് നല്ല സിബിലുണ്ട് അത്യാവശ്യം. അപ്പം ഞാൻ ബജാജ് അല്ല ഇപ്പം ചെയ്യണത്, വേറൊരു ഇതിലാണ് EMI എടുക്കുന്നത്. അപ്പം നമുക്ക് അതിലൊരു സർവീസ് ചാർജ് മാത്രമേ എനിക്ക് അടക്കേണ്ടി വന്നുള്ളൂ. ചന്തു 13K PYSG 3. അങ്ങനെ നമ്മൾ EMIയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എ സി 2 ദിവസം കഴിഞ്ഞിട്ടേ വീട്ടിൽ വരുള്ളൂ. എ സി എൻ്റെ വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ ഇടാൻ ഇപ്പോഴേ പറ്റിയുള്ളൂ, കുറേ ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ മൈജിയിൽ ആദ്യം ആയതുകൊണ്ട് അപ്പോൾ ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു ഗ്യാസ് അടുപ്പ് നോക്കണമെന്നുണ്ടായിരുന്നു, ഇപ്പം മേടിക്കണില്ല. അപ്പോൾ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്ന മോഡൽ അവിടെ ഉണ്ടോ എന്ന് അറിയാനായിട്ട്. പിന്നെ ഒരു മിക്സിയും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കയറി ചെന്നപ്പോൾ ഞാൻ എൻ്റെ ചില്ലി കുപ്പികളൊക്കെ കണ്ടു. അപ്പോൾ 2 മേടിക്കുന്നത് ഞാൻ മനസ്സിലേക്ക് എഴുതി. പിന്നെ ഇതിൽ നിന്ന് ഒരു ചെറിയൊരു പാത്രവും മേടിക്കുന്നുണ്ട്, അതെന്തായാലും ഞാനിപ്പോൾ മേടിക്കും. അപ്പോൾ ഞാൻ ഗ്യാസ് അടുപ്പ് നോക്കുകയാണ്. ലാസ്റ്റ് ഞാൻ ഗ്യാസ് അടുപ്പ് കണ്ടെത്തി. ഞാൻ ആഗ്രഹിച്ച മോഡൽ പ്രസ്റ്റീജാണ് കമ്പനി വരുന്നത്. ഇതാണ് ആ ഗ്യാസ് അടുപ്പ്. അപ്പോൾ ഇത് മേടിക്കണമെന്നുണ്ട് എന്തായാലും. ഇപ്പം എന്തായാലും മേടിക്കണില്ല. പിന്നെ ഞാൻ ദോശത്തവൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറേ നാളായി അതും മേടിക്കുന്നുണ്ട്, പക്ഷെ മേടിച്ചില്ല. പിന്നെ നോക്കിയത് ഈ ഒരു സംഭവമാണ്, എയർ ഫ്രയർ. നമ്മൾ എണ്ണയില്ലാണ്ട് വറുത്തെടുക്കണ ഈ ഒരു സംഭവമില്ല. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അനന്ത് വന്നു. അപ്പം അനന്തുവിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം. അനന്തുവിൻ്റെ കസ്റ്റമർ ഡീലിങ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതാണ്. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. അങ്ങനെ ഞാൻ അതും മേടിച്ചില്ല കേട്ടോ. അത് ഞാൻ ആഗ്രഹിച്ച കമ്പനിയുടെ കളർ എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ വേറെ കളർ മേടിക്കാമെന്ന് വെച്ച്. അപ്പോൾ അത് വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞാണെന്ത്. അങ്ങനെ ഞാൻ ഈ 2 കുപ്പി മുൻകൂട്ടി വിചാരിച്ചിട്ടുണ്ട് എടുക്കണമെന്ന്. അപ്പോൾ അത് 2 എടുത്തു. പിന്നെ ഒരു പാത്രം കൂടി എടുത്തു. ബില്ലടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് 2 തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ മിക്സി നോക്കാൻ ഓടിപ്പോയി, കാരണം എൻ്റെ മിക്സി ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സി ഞാൻ എപ്പോഴും വീഡിയോയിലൊക്കെ കാണുന്നതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഒതുക്കുള്ള മിക്സി. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതിനോടാണ് ഇഷ്ടം. പക്ഷെ അതുകൊണ്ട് നമുക്ക് വലിയ ഉപയോഗമില്ല എന്നാണ് പറഞ്ഞു തന്നത്.
അതിനിടയ്ക്ക് ഞാനും അവനൊരു സെൽഫിയൊക്കെ എടുത്തു വിട്ടു അവിടെ നിന്നിട്ട്. പിന്നെ ഞാൻ ഓടിപ്പോയത് ഫ്രിഡ്ജിൻ്റെ ഇടയിലാണ്. ഓൾറെഡി ഇപ്പം എൻ്റെ കയ്യിലുള്ള ഫ്രിഡ്ജ് ഞാൻ 2 കൊല്ലമായിട്ടുള്ളൂ മേടിച്ചിട്ട്. പക്ഷേ ഈ ഒരു ഫ്രിഡ്ജ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് മേടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അതൊക്കെ നോക്കിക്കഴിഞ്ഞ് ഞാൻ ബില്ലടിക്കാൻ നിൽക്കുകയാണ്. അനുദേ അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. അപ്പം അതിന് മുൻകൂട്ടി ഞാൻ ആ കുപ്പിയും പാത്രം മേടിച്ചതുകൊണ്ട് എന്നോട് ബർഗർ മേടിച്ചു കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ EMIയുടെ കാര്യങ്ങളൊക്കെ സ്റ്റാഫ് പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. 3-ാം തീയതിയാണ് വലിച്ചു പോകുന്നത്. അപ്പോൾ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് 4 രൂപയാണ് നമുക്ക് അടവന്ന്. അങ്ങനെ അവരോട് ഓക്കെയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം അനന്തദേ വന്നിട്ട് വണ്ടിയിൽ നമ്മൾ മേടിച്ച സാധനങ്ങൾ എടുത്ത് വെച്ച് തരാണ്. അപ്പം ചില്ലുകുപ്പിയാണ്. അത് നന്നായിട്ട് പൊട്ടാതെ സൂക്ഷിച്ച് വേണം കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ഞാനും അവിടെ നിന്ന് ഇറങ്ങി നേരെ ചിക്കിങ്ങിലേക്ക് പോവുകയാണ് ഞങ്ങൾ. അപ്പം ഞാൻ എന്തായാലും അവനക്ക് ബർഗർ മേടിക്കുമ്പോൾ എനിക്ക് പിന്നെ പോപ്കോണാണ് ഇഷ്ടം, ചെറിയ പോപ്കോൺ. അപ്പം അതും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങൾ പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കണില്ല. അത് അവിടെ നിന്ന് ഓർഡർ ചെയ്യാൻ പോയി. അത് ഓർഡർ കൊടുത്ത് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് അതും മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരികയാണ്. വേറെ എവിടെയും കയറാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനും വീട്ടിലെത്തി. അപ്പോൾ വാതിൽ തുറന്ന വശം തന്നെ ഞാനും അനുവിൻ്റെ കയ്യിലുണ്ടായ കിറ്റുകൊണ്ട് അടുക്കളയിൽ വെച്ചിട്ട് അതിന് വെള്ളം കുടിക്കാൻ ഓടി. ഞാനും അത് എൻ്റെ കയ്യിലുണ്ടായ കിറ്റ് സാധനങ്ങളൊക്കെ കൊണ്ട് അടുക്കളയിൽ വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ കമ്മലൊക്കെ ഊരി വയ്ക്കാൻ പോയി, വാച്ചൊക്കെ. അങ്ങനെ അതൊക്കെ ഊരി വെച്ച് മുടിയൊന്ന് മുകളിലേക്ക് കെട്ടി വെച്ചാൽ തന്നെ ഒരു ആശ്വാസം കിട്ടും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു തമാശ പറഞ്ഞപ്പോൾ അത് കേട്ട് ചിരിക്കുകയാണ് ഞാൻ. അപ്പം എന്തോട്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ വോയിസ് കൊടുക്കണതിൽ ഡ്രില്ലറിൻ്റെ ഒച്ച കേൾക്കാം. അത് താഴെ പണി നടക്കുന്നുണ്ട് താഴെ വീട്ടിൽ. അതാണ് അതിൻ്റെ ശബ്ദം കേൾക്കുന്നത്. പിന്നെ കേൾക്കണത് എൻ്റെ പൊന്നിൻ്റെ ശബ്ദമാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം അനുവിൻ്റെ ബർഗർ എടുത്ത് കൊടുത്തിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ ഇരിക്കണം. അപ്പം ഞാൻ ബർഗർ മേടിച്ചില്ല. ഞാൻ പോപ്കോണാണ് മേടിച്ചത്. അപ്പോൾ അതും കഴിച്ചിട്ട് വേണം പോയി കിടന്ന് ഉറങ്ങാനായിട്ട്. അപ്പം തന്നെ കിടന്ന് ഉറങ്ങില്ല. ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ഫോണൊക്കെ നോക്കി അത് കഴിഞ്ഞ് മേലൊക്കെ കഴിഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. അപ്പം അനുവിന് പോപ്കോണും കൂടെ കൊടുത്തു വിട്ടാ കുറച്ച് എൻ്റെ നിന്ന്. അപ്പം ഞാൻ ബാക്കിയുള്ളത് കഴിക്കുകയാണ്. അപ്പം ഞാൻ നിന്നിട്ടാണ് കഴിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ പോയി വെള്ളം കുടിക്കുന്നുണ്ട്. ഇനി ഇരുന്ന് സമാധാനത്തോടു കൂടി കഴിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.